നെക്സ്റ്റ് പ്രോബബിലിറ്റിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള റിസൾട്ട്സുകൾ നമുക്ക് പഠിക്കാം. പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ് പ്രോബബിലിറ്റിയിൽ. അതിലാദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് എപ്പോഴും 0നും 1നും ഇടയ്ക്കായിരിക്കും അല്ലേ? കാരണം അറിയാമല്ലോ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ബൈ ടോട്ടലാണ്. അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്നതാണത്. ഓക്കെ, പ്രോബബിലിറ്റി എപ്പോഴും 0നും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഒന്നും വരില്ല, പ്രോബബിലിറ്റി 1നേക്കാളും കൂടുതലാവില്ല. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം, വേറെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഐഡൻറ്റിറ്റീസുകളാണ് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ, നോൺ ഒക്കറൻസ് ഓഫ് എ ആണ് ഉദ്ദേശിച്ചത്. നമ്മളതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, പി ഓഫ് എ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യും. നോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് പറയുക, എ കിട്ടാതിരിക്കാനുള്ള ചാൻസ് മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഓഡ് നമ്പർ കിട്ടാതിരിക്കാനുള്ള ചാൻസ്, റെഡ് ബോൾ കിട്ടാതിരിക്കാനുള്ള ചാൻസ്, അങ്ങനെയൊക്കെ. പ്രോബബിലിറ്റി ഓഫ് നോൺ ഒക്കറൻസ് ഓഫ് എ ഡിനോട്ട് ബൈ പി ഓഫ് എ ഡാഷ്. അത് കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കുക. പ്രൂഫായിട്ട് വേണ്ട, പ്രോബ്ലത്തിൽ ഇതുകൊണ്ട് യൂസ് ഉണ്ട്. 1 മൈനസ് പി ഓഫ് എ ആണ്. ബൈ ഹാർട്ടാക്കി വെക്കണേ. ഉദാഹരണത്തിന് ഒരു ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുന്നു, നോട്ട് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ, അങ്ങനെ ചെയ്യാം. മനസ്സിലായല്ലോ? അങ്ങനെ. അപ്പോൾ പി ഓഫ് നോട്ട് എ 1 മൈനസ് പി ഓഫ് എ ആണ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള റിസൾട്ട്, പി ഓഫ് എ യൂണിയൻ ബി. സെറ്റിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ, എ യൂണിയൻ ബി. എ ഓർ ബി എന്നാണ് ഉദ്ദേശിച്ചത്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അവർ ഓർ എന്നായിരിക്കും പറയാം. ഓറിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2 പേര് എക്സാം എഴുതുന്നു, പ്രോബിലിറ്റി ദാറ്റ് എ ഓർ ബി പാസ് ദ എക്സാം, അങ്ങനെ ക്വസ്റ്റ്യൻ വരും. എ ഓർ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് എ ഓർ ബി പാസ് ദ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ മാത്രം എക്സാം പാസ്സാവുന്ന കേസ് അതിൽ വരും, ബി മാത്രം എക്സാം പാസ്സാവുന്ന കേസ് അതിൽ വരും, എയും ബിയും 2 പേരും എക്സാം പാസ്സാവുന്ന കേസും അതിലുണ്ട്. ഓർ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള മീനിങ് തന്നെയാണ്, എ ഓർ ബി. അപ്പോൾ ഇത് കാണാനുള്ള ഫോർമുല, പ്രൂഫ് വേണ്ട, ഇത് സെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. സെറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്നൊരു ഫോർമുലയാണത്. പി ഓഫ് എ, അതായത് എക്സാമിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എ പാസ്സാവാനുള്ള ചാൻസ് പ്ലസ് ബി പാസ്സാവാനുള്ള ചാൻസ് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും 2 പേരും പാസ്സാവാനുള്ള ചാൻസ്. ഇത് ആൻഡ് എന്ന് പറയും, ആൻഡ്. അപ്പോൾ യൂണിയൻ ഓറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് ആൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, പഠിച്ചിട്ടുണ്ടല്ലോ, ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എക്കും ബിക്കും രണ്ടും ഒക്കർ ചെയ്യാനായിട്ടുള്ള ഫേവറബിൾ കേസസ് ഒന്നും തന്നെയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ബോത്ത് എ ആൻഡ് ബി 0 ആയിട്ട് എടുക്കണം. ക്വസ്റ്റിൽ അവർ പറയുകയാണ് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ആ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയിട്ട് വേണം എടുക്കാനായിട്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എയും ബിയും 2 ഇവൻറ്റും കൂടി ഒരുമിച്ച് ഒക്കർ ചെയ്യില്ല, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഫോർമുല ക്ലിയർ ആയല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് വരും.